ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രവും വേദയും അടിപൊളി ക്യൂട്ട് കപ്പിൾസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആരാധകരുടെ ഇടയിൽ. നല്ല അടിപൊളി സീൻസാണ് അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം തന്നെ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അടിപൊളി സീനുകളാണ്. അങ്ങനെ വേദ പറയുന്നതൊക്കെ കേട്ട് വിക്രം ആളാകെ മാറിയിരിക്കുകയാണ്. പല പ്രാവശ്യമായിട്ട് വേദ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ വിക്രം നന്നായിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധാകരൻ മാഷിൻ്റെയും കമലയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ്. ആ സമയത്ത് വിക്രം ഇതൊന്നും ചിന്തിക്കാറേയില്ല. പക്ഷെ വേദ അത് കണ്ടുപിടിച്ചിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അതൊന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ മകനാണെങ്കിൽ ഈ തല്ലു അടി ഉണ്ടാക്കാതെ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി അവർക്ക് കൊടുക്കണം, അവർക്കത് സന്തോഷമാവുമെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, നീയൊന്ന് പോടി, ഞാൻ ഇനിയിപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ എൻ്റെ വേറെ പണമൊന്നുമില്ല, ഞാൻ കൊണ്ടു കൊടുക്കുന്ന പണമൊന്നും അച്ഛൻ സ്വീകരിക്കുകയില്ല. അത് ഈ തല്ലുവാടി ഉണ്ടാക്കിയിട്ടുള്ള പണമായിട്ടല്ലേ. നിങ്ങൾ പോയി എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്തിട്ട് കുറച്ച് പണം ഉണ്ടാക്കുക, അത് കൊണ്ടുവന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുക. എന്തുമാത്രം സന്തോഷമാവുമെന്നറിയാമോ അവർക്ക്. എനിക്ക് വേണ്ടി വിക്രം ഇത് ചെയ്യണം എന്ന് വേദ പറയാണ്. വേദ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം പിന്നെ വിക്രത്തിന് അപ്പീലില്ലല്ലോ. വിക്രം അത് അനുസരിക്കുകയും ചെയ്യാണ് കേട്ടോ. ആ രസകരമായ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനാറും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദ വിക്രത്തിനെ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ഉഴപ്പനായി പോയത്? ഇവൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലുണ്ട്, ഒരു ഫയലിന് നിറയെ, അതുപോലെ തന്നെ ഒരുപാട് ട്രോഫികളും മൊമെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവൻ മിടുക്കൻ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വിക്രമാദിത്യന് ഇങ്ങനെയൊക്കെ ആയി പോയത്? അതെന്തായിരിക്കും ഇങ്ങനെ ആനുള്ള കാരണം എന്നൊക്കെ ചിന്തിക്കുകയാണ് വേദ. അങ്ങനെ വിക്രത്തിനെ വളരെ കിനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ഓരോ പ്രവർത്തികളും. ആളൊരു നല്ല മനുഷ്യനാണ്. പുറത്തോട്ടിറങ്ങിയ എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പച്ചക്കറിക്കാരി ചേച്ചിയും അതുപോലെ കൊച്ചു കുട്ടികൾ വരെ അവനെക്കുറിച്ച് നല്ലതല്ലേ പറയുന്നത്. പിന്നെ ഇവനെന്താ അങ്ങനെ ആയത്? ഇവനെ എന്തായാലും നേരെയാക്കി എടുക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ വേദ. അങ്ങനെ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കമലമ്മയുടെയും സുധാകരൻ മാഷിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വിവാഹ വാർഷികമാണ് അമ്മയുടെയും അച്ഛൻ്റെയും എന്ന് അറിയാണ് വേദ. അപ്പോൾ അടുത്ത ദിവസം വിവാഹ വാർഷികമാണ് കമലമ്മ വേദയോട് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, ആഹാ സന്തോഷമുള്ള ദിവസമാണല്ലോ അമ്മേ, അമ്മയ്ക്ക് മക്കളൊക്കെ സമ്മാനങ്ങളൊക്കെ തരുമോ എന്ന് ചോദിക്കാൻ. അപ്പോൾ കമലമ്മ വിഷമത്തോടെ പറയണ്ട, ആര് സമ്മാനം തരാനാ? എൻ്റെ മൂത്ത 2 മക്കൾക്കും ജോലിയൊന്നുമില്ല, അവർക്കൊരു വരുമാന മാർഗവും ഇല്ല, പിന്നെ അവരെങ്ങനെ സമ്മാനം തരാനാന്ന് പറ. പിന്നെയാണെങ്കിൽ വിക്രം തല്ലും അടിയും എല്ലാം ആയിട്ട് നടക്കുകയാണ്. അവനതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറ് പോലുമില്ല. എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം വല്ലതും അവൻ ആലോചിക്കുന്നുണ്ടോ മോളെ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാൻ, വിക്രം ഇനി തൊട്ട് നന്നായാൽ മതിയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ പഴയതുപോലെ നല്ല ഒരാളായിട്ട് മാറണം എന്നുള്ളത് എന്നൊക്കെ പറയണം. അപ്പം വേദ ചോദിക്കുന്നുണ്ട് കമലമ്മയോട്, അമ്മി എന്താ വിവാഹ വാർഷികമായിട്ട് പരിപാടി? അപ്പം ഉടനെ തന്നെ പറയാണ് കമലമ്മ, അത് എന്താന്ന് വെച്ചാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോകണം, ഞാനും മാഷും കൂടി ഒന്ന് അമ്പലത്തിൽ പോകും, കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യും, സന്തോഷമായിട്ടൊന്ന് തിരിച്ചു വരും, അത്രയും മാത്രമേ ഉള്ളൂ മോളെ എന്ന് പറയാണ് കേട്ടോ. അതേസമയം വിക്രം വൈകിട്ട് എത്തുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെ തല്ലും അടിയൊക്കെ ആയിട്ട് നടന്നിട്ടില്ലേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമം, അമ്മ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാവോ? അച്ഛൻ നിങ്ങളെ വെറുക്കുന്നതിൻ്റെ കാരണവും നിങ്ങളിങ്ങനെ തല്ലും ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഈ ഗുണ്ടാപ്പണി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഈ വീട്ടിൽ ഒരു കാര്യത്തിനും കൊണ്ടുവരരുതെന്ന് അച്ഛൻ പറയുന്നത് വെറുതെയൊന്നും അല്ലല്ലോ എന്ന് പറയണം. നാളെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ്, അതുകൊണ്ട് 2 പേർക്കും എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങളുടെ കൈ കൊണ്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഇല്ല, ഞാൻ എന്ത് വാങ്ങിക്കൊണ്ട് വന്നാലും ഈ വീട്ടിലത് ഉപയോഗിക്കില്ല, ഞാൻ പൈസ കൊണ്ടുവന്ന് കൊടുത്താലും അച്ഛനത് വാങ്ങാൻ തയ്യാറാവാറില്ല, ഈ വീട്ടിലത് ഉപയോഗിക്കുകയില്ല എന്ന് പറയണം. അപ്പോൾ വേദ പറയാണ്, അത് ഈ ഗുണ്ടാപ്പണിക്കൊക്കെ പോയി തല്ലുവടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന പണമായതുകൊണ്ടാണ്, പക്ഷേ ജോലി ചെയ്ത് നിങ്ങൾ കൊണ്ടുവരണം. നാളെയെങ്കിലും ഒരു ദിവസത്തേക്ക് നിങ്ങൾ നന്നായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കണം, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കണം, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ വിക്രം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിക്രത്തിൻ്റെ മനസ്സിലും തോന്നുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ വിക്രം പോയിട്ട് മില്ലിൽ പോയി തടി അറപ്പിക്കുകയും തടി എടുത്തെടുക്കുകയും അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ കയ്യിൽ തൊലി പോകുന്നത് പോലെ ജോലി ചെയ്യാണ്. അങ്ങനെ കുറേ പണം വിക്രത്തിന് കിട്ടുകയാണ്. വിക്രം അതുകൊണ്ട് നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് സന്തോഷമായിട്ട് വരികയാണ് കേട്ടോ വീട്ടിലേക്ക്.
അതേസമയം കമലമ്മയും സുധാകരൻ മാഷും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വൈകിട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് പൂവും കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ വേദയോട് സംസാരിക്കുന്നതൊന്നും സുധാകരൻ മാഷിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സുധാകരൻ മാഷിന് മുമ്പിൽ വെച്ച് കമലമ്മ വേദയോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്നേഹം കമലമ്മയ്ക്ക് വേദയോടുണ്ട്. അങ്ങനെ സുധാകരൻ മാഷ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ കമലമ്മ. ശ്രീജയെയും അതുപോലെ നന്ദിനിയെയും മറ്റു മക്കളെ എല്ലാം വിളിച്ച് പ്രസാദം തൊടിയിക്കുകയാണ്. എന്നിട്ട് കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ കയ്യിലേക്ക്. എന്നിട്ട് പറയാണ്, നന്ദിനി നീ ഇത് കൊണ്ടുപോയി 4 മുറിച്ചിട്ട് കൊണ്ടുപോവാ എന്ന് പറയാണ്. അപ്പോൾ എന്തിനാമേ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, എന്തിനാ 4 മുറിക്കുന്നേ? അപ്പോൾ പറയാണ്, ഒരെണ്ണം ദേവിക്ക് വയ്ക്കാനായിട്ട് നീ പോയി മുറിച്ചിട്ട് വാന്ന് പറയാണ്. അങ്ങനെ 4 പീസായിട്ട് ആ മുല്ലപ്പൂ മുറിച്ചിട്ട് വരികയാണ്. എന്നിട്ട് ശ്രീജയും നന്ദിനിയും തലയിൽ വയ്ക്കുകയാണ് കേട്ടോ. 2 പീസ് വാങ്ങിക്കുകയാണ് നമ്മുടെ കമലമ്മ. എന്നിട്ട് വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധാകരൻ മാഷ് ശ്രദ്ധിക്കാത്ത സമയത്ത് വേദയുടെ കയ്യിലേക്ക് ആ പൂ കൊടുക്കുകയാണ്. ഇത് നീ തലയിൽ വെച്ചു എന്ന് പറയാണ്. കുറച്ച് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. വേദയാണെങ്കിൽ അമ്മയുടെ കാക്ക വീണ് അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ആരും കാണുന്നില്ല. ആ സമയത്താണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത്. വിക്രം വരുമ്പം തന്നെ സുധാകരൻ മാഷിന് അധികം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. സുധാകരൻ മാഷ് ഒരു ദേഷ്യഭാവത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വിക്രം ഈ കൊണ്ടുവന്ന ഡ്രസ്സുമായിട്ട് വന്ന് സുധാകരൻ മാഷിനോട് പറയാണ്, അച്ഛാ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന്, അതിനായിട്ട് ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്, അതെന്നോട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഈ ഡ്രസ്സ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ സുധാകരൻ മാഷിൻ്റെ കയ്യിലേക്ക്. ഉടനെ സുധാകരൻ മാഷ് ചാടി എണീക്കുകയാണ്. എന്നിട്ട് ആ ഡ്രസ്സ് വാങ്ങി വലിച്ചെറിയാണ്. എന്നിട്ട് പറയണം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ടവനെ തല്ലി കുണ്ടാപ്പണി ചെയ്തും ഒരു സാധനം ഈ വീട്ടിൽ മേടിച്ചോണ്ട് വരരുതെന്ന്, പിന്നെ നീ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സമ്മാനം കൊണ്ട് വഴിന്നിരിക്കുന്നു, എടുത്തോണ്ട് പോ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് എണീറ്റ് അവിടെ നിന്ന് പോവുകയാണ്. അത് കാണുമ്പം വിക്രത്തിന് ആകെപ്പാടെ വിഷമം വരികയാണ്. അത് കാണുമ്പം വേദയ്ക്കും അങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ. വേദ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കമലമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രം പറയാണ്, അമ്മേ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് കൊണ്ടുവന്നാലും അച്ഛൻ വാങ്ങില്ല, ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് കണ്ടോ എൻ്റെ കൈ എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി മോനെ നിൻ്റെ കൈക്ക്, കൈയെല്ലാം മുറിഞ്ഞ് നാശമായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ച് കരയാണ്. അപ്പോൾ പറയാണ്, ഞാൻ മില്ലിൽ തടിപ്പണി ചെയ്യുക എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാളയെ പോലെ പണിയെടുത്തു, എന്നിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ, അല്ലാതെ ഇത് ഗുണ്ടാപ്പണി ചെയ്തതൊന്നുമല്ല, ഇത് അച്ഛൻ വാങ്ങിയില്ല, അമ്മയ്ക്കും ഇത് വേണ്ടായിരിക്കുമല്ലോ അല്ലോ എന്ന് പറയാണ്. അപ്പോൾ കമലമ്മ പറയാണ്, മോനെ ഞാൻ വാങ്ങും, എൻ്റെ മോൻ കൊണ്ടുവന്നത് ഞാൻ വാങ്ങും എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണത്. എന്നിട്ട് വിക്രത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. വിക്രത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്. വേദയാണെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു സീനാണ് കേട്ടോ. ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് വർക്കാവുന്ന ഒരു സീനാണത്. അങ്ങനെ വിക്രത്തിനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരികയാണ് വേദയ്ക്ക് ആ സീൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. കമലമ്മയുടെ മനസ്സ് നിറയാണ് കേട്ടോ. വിക്രം പണിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും. അങ്ങനെ ഇന്ന് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നല്ല ഒരുപാട് റൊമാൻറ്റിക് സീനുകളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്